എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. RRB ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ 10th പാസ് ആണ് ക്വാളിഫിക്കേഷൻ. 14 പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത്. ഒരാൾക്ക് 14 പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതും ഒറ്റ ആപ്ലിക്കേഷൻ ഫീസിൽ മാത്രം. അപ്പൊ നിങ്ങൾ ഒരുപാട് പേര് പഠിച്ചു തുടങ്ങി കാണും, കുറെ ആൾക്കാർ അപ്ലൈ ചെയ്ത് തുടങ്ങി കാണും. ഓക്കെ, അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനകത്ത് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഏത് പോസ്റ്റ് ആണ് നല്ലത്, ഏത് സോൺ നിങ്ങൾ പ്രിഫർ ചെയ്യണം, ഓരോ പോസ്റ്റിന്റെയും ജോലി എന്താണ്, മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്താണ്, മെഡിക്കൽ സ്റ്റാൻഡേർഡ് വെച്ച് എങ്ങനെ അപ്ലൈ ചെയ്യാം, ഹൗ ടു അപ്ലൈ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിനകത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് കണ്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി നമ്മുടെ RRB ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു കിഡിലം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് നമ്മുടെ RRB ഗ്രൂപ്പ് ഡിയുടെ പ്രത്യേകത, ആ ബാച്ചിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് നമ്മൾ അതിനകത്ത് നിങ്ങൾക്ക് തരാൻ പോകുന്നത് അല്ലെങ്കിൽ തന്നുകൊണ്ടിരിക്കുന്നത്? ഫസ്റ്റ് വൺ, ഒന്ന് എക്സാം ലാംഗ്വേജ് നമുക്ക് പ്രിഫർ ചെയ്യാം. അതായത് ഇംഗ്ലീഷും നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റും, മലയാളവും നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എക്സാം എഴുതാം. അപ്പൊ നിങ്ങൾ ഇംഗ്ലീഷിൽ നല്ല ഫ്ലുവന്റ് ആണെന്ന് സങ്കല്പിക്കുക. ലാംഗ്വേജ് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, നോട്ട്സ് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഏത് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുക. നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെ ചൂസ് ചെയ്യുക. അതേസമയം എനിക്ക് ഇംഗ്ലീഷ് നോട്ട്സ് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, ബുദ്ധിമുട്ടാണ്, മലയാളം നോട്ട്സ് മാത്രമേ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ, മലയാളത്തിൽ മാത്രമേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ സ്പീഡ് കിട്ടുന്നുണ്ട്, നോട്ട്സ് ഒക്കെ മറ്റേത് വായിച്ച് ഡെൻസിയായിട്ടൊന്നും വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മലയാളം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, മലയാളം എക്സാം, മലയാളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ മാത്രമാണ്, അടിവരയിട്ട് പറയുന്നു, നമ്മൾ മാത്രമാണ് ഇംഗ്ലീഷിലും മലയാളത്തിലും ക്ലാസ്സസ് നിങ്ങൾക്ക് തരുന്നത്. അതായത് ഒരു ക്ലാസ് അല്ല, മറിച്ച് നിങ്ങൾക്ക് ഇംഗ്ലീഷിലും നിങ്ങൾക്ക് ക്ലാസ്സസ് കിട്ടും, മലയാളത്തിലും നിങ്ങൾക്ക് ക്ലാസ്സസ് കിട്ടും. ഓക്കെ, മാത്രമല്ല ഇംഗ്ലീഷിലും നിങ്ങൾക്ക് നോട്ട്സ് കിട്ടും, മലയാളത്തിലും നിങ്ങൾക്ക് നോട്ട്സ് കിട്ടും. ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, മലയാളത്തിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇത് ഒന്നാമത്തേത്. രണ്ട്, ഏറ്റവും മികച്ച ക്ലാസ്സുകൾ. അതായത് നമ്മുടെ എല്ലാ ഫാക്കൽറ്റീസിന്റെയും ക്ലാസ്സസ് നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അതായത് ചെക്ക്മേറ്റ് എന്ന് പറഞ്ഞിട്ട്, ഇതാണ് ഞങ്ങളുടെ ക്ലാസ് ചെക്ക്മേറ്റ്. ഓക്കെ, അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ ഫാക്കൽറ്റീസിന്റെയും ക്ലാസ് നമ്മൾ യൂട്യൂബിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, ക്ലാസ്സസിന്റെ ക്വാളിറ്റി ഒന്ന് മനസ്സിലാക്കി നോക്കുക. എന്നിട്ട് അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് എന്താണ് നമ്മളൊരു പ്ലസ് ഫാക്ടറായിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും മികച്ച ക്ലാസ്സുകൾ, അതും ഒരു വിഷയത്തിന് ചുരുങ്ങിയത് 2 ഫാക്കൽറ്റീസിൽ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനായിട്ട് കാണും. അത്ര വലിയൊരു ടീം. ഓക്കെ, അത് കഴിഞ്ഞ മൂന്നാമതായിട്ട് നിങ്ങൾക്ക് നമ്മൾ നോട്ട് തരുന്നത് ക്ലാസിന്റെ അനോട്ടേറ്റഡ് PPT അല്ല നോട്ട് തരുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ GK ക്ലാസ് എടുത്തു, ആ സ്ലൈഡ് അതേപോലെ കോപ്പി ചെയ്തങ്ങ് തരെയാണ് PPT. അങ്ങനെയല്ല, ഓരോ ക്ലാസ്സിലും എന്താണോ പറഞ്ഞത് ആ പറഞ്ഞത് ഫുള്ളായിട്ടുള്ള PDF നോട്ട്സ്, പ്രിന്റ് റെഡി ആയിട്ടുള്ള PDF നോട്ട്സ് നിങ്ങൾക്ക് പുറത്തു പോയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാം. നമ്മുടെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് നോട്ട്സ് ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തിട്ട് നമ്മുടെ നോട്ട്സിന്റെ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് തരും. അപ്പൊ അതിനകത്ത് ഫുള്ള് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നോട്ട്സിന്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ സിംപ്ലിഫൈ ചെയ്തുള്ള നോട്ട്സ്. ഇനി ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, മലയാളത്തിലും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പ്രോപ്പർ ആയിട്ടൊരു മെന്റർ സപ്പോർട്ട്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ പഠിക്കണം, ഇതാണ് കറക്റ്റ് ഡിറക്ഷൻ, അങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെന്റർ സപ്പോർട്ട്. ഇനി ബാക്കിയുള്ളവരിൽ നിന്ന് നമ്മളെ വ്യത്യസ്തരാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ, ഒരു ലൈൻ ഫാക്ടർ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പറയാം. അതായത് ബാക്കി എല്ലാവരും നിങ്ങൾക്ക് കുറെ ക്ലാസ്സസ് മാത്രം തരും, കുറെ കണ്ടന്റ് മാത്രം തരും. പക്ഷെ നമ്മൾ നിങ്ങൾക്ക് ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് ആണ് ഫുള്ള് നമ്മൾ ഇട്ടേക്കുന്നത്. അതായത് കണ്ടന്റ് ഒരു 80% റെക്കോർഡ് ആയിരിക്കും, ഇതിനു വേണ്ടി മാത്രം റെക്കോർഡ് ചെയ്ത ഒരു 80% റെക്കോർഡ് കണ്ടന്റ്സ് ആയിരിക്കും. അതായത് നിങ്ങൾക്ക് അതിനകത്ത് ഒരു ഡിസ്ട്രാക്ഷൻസ് ഒന്നും ചെയ്യത്തില്ല, വരത്തില്ല. ഇപ്പൊ ഒരു ലൈവ് ക്ലാസ് ആണെങ്കിൽ അതിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാർ ഒരു 500 പേര് ഒരു ബാച്ചിനകത്ത് ഉണ്ടെങ്കിലും, നമ്മുടെ ബാച്ചിനകത്ത് 250 പേരാണ് കേട്ടോ, മാക്സിമം 250 പേരാണ്. അപ്പോൾ അതിനകത്ത് ഒരു 250 പേരുണ്ടെങ്കിൽ ചിലപ്പോൾ 50 പേര് അവർക്ക് എന്ത് ചെയ്യുന്നത്, ലൈവ് ക്ലാസ്സിനകത്ത് വരുന്നത്. അപ്പോൾ ബാക്കി 200 പേര് അവരുടെ സൗകര്യാർത്ഥം റെക്കോർഡ് സെഷൻസ് ആയിരിക്കും കാണുന്നത്. പക്ഷേ ഈ ലൈവ് ക്ലാസ്സിനകത്ത് ഒരുപാട് ഇന്ററാക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഈ ക്ലാസ് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ ഓക്കെയാണ്, പക്ഷെ അത് വീണ്ടും റെക്കോർഡഡ് ആയിട്ട് കാണുമ്പോൾ നമുക്ക് പ്രോപ്പർ ആയിട്ട് എന്ത് കിട്ടത്തില്ല, ഒരു കണ്ടന്റ്, ഒരു ക്ലാരിറ്റിയോടെ നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ടന്റ് ഒരു 80% എന്തായാലും ഒരു റെക്കോർഡഡ് സെഷൻസ് ആണ്, ഹൈ ക്വാളിറ്റി ക്ലാസ്സസ്. ഓക്കെ, അത് കഴിഞ്ഞ് ബാക്കി ആരും തരാത്ത കുറച്ച് കണ്ടന്റ് മാത്രം പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് നമുക്ക് വേണം, എന്നാലും നമുക്ക് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് ആ ചുരുങ്ങിയ സമയം കൊണ്ട് സോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ലൈവ് ആയിട്ടുള്ള എല്ലാ വിഷയങ്ങളുടെയും ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് നമ്മൾ നമ്മുടെ ബാച്ചിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് മറ്റാരും തരാത്തൊരു ഫീച്ചറാണ്. ഓക്കെ, പിന്നെ ഞാൻ കൂടെ ഉണ്ട് നിങ്ങളുടെ. ഓക്കെ, അതായത് നിങ്ങൾ അഡ്മിഷൻ എടുത്ത് വന്നാൽ നിങ്ങൾക്ക് ഇപ്പം നമ്മൾ 100% എല്ലാം പെർഫെക്റ്റ് ആണ് അങ്ങനെ ഞാൻ പറയുന്നില്ല. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻസിൽ എറേഴ്സ് വന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ,
അപ്പൊ അതുപോലെ തന്നെ നോട്ട്സ് ആയിക്കോട്ടെ, ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇടാൻ താമസിച്ചു, മേ ബി വരാം, ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല, അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്കൊരു കംപ്ലൈന്റ് ഉണ്ട് എങ്കിൽ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, നോട്ട്സ് ആയിക്കോട്ടെ, ക്ലാസ് ആയിക്കോട്ടെ, അതിനെ പ്രോപ്പറായിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്തിരിക്കും. പ്രോപ്പറായിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്തിരിക്കും. അതായത് നിങ്ങൾക്ക് എന്ത് കൺസേൺസ് ഉണ്ടെങ്കിലും അവിടെ നമ്മൾ കൂടെയുണ്ട്, തിരിച്ച് മറുപടി തരാൻ ഒരാൾ അവിടെ ഉണ്ട്. ഓക്കെ, അല്ലാതെ നിങ്ങൾ വന്നു എന്തായാലും അഡ്മിഷൻ എടുത്തു, ഇനി കുഴപ്പമൊന്നുമില്ല, ഓക്കെ ഇനി കുറെ ക്ലാസ്സും കൊടുത്താൽ അങ്ങനെയല്ല. പ്രോപ്പറായിട്ട് നിങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിനകത്ത് നിങ്ങൾക്ക് നിങ്ങളെ എൻട്രി ചെയ്യാനായിട്ട്, നിങ്ങൾക്ക് മറുപടി തരാനായിട്ട് അവിടെ ഞാനുണ്ട്, നമ്മുടെ ഫുൾ ടീമുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ ബാച്ചിനകത്ത് നമ്മൾ നിങ്ങൾക്ക് തരുന്നത്. അടിപൊളിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, അതിനുള്ള എല്ലാ സപ്പോർട്ടും നമ്മളിവിടെ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, നമ്മുടെ ബാച്ച് ആയിക്കോട്ടെ, നമ്മുടെ നോട്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒന്നും വേണ്ട, നമ്മളിലേക്ക് ജോയിൻ ചെയ്യണമെന്ന് പോലും നമ്മൾ പറയുന്നില്ല, പക്ഷെ അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി എങ്ങനെ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മൾ ഉറപ്പായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. 82812233 പിന്നെ 66. ഓക്കെ, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ സപ്പോർട്ട് ഫുള്ള് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. 2025 തന്നെ നമുക്ക് സർവീസിലേക്ക് കയറണമെങ്കിൽ മുമ്പിൽ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. ആരാണ്? ഈ RRB ഗ്രൂപ്പ് ഡി ആണ്. അതായത് 2026 8th പേ കമ്മീഷൻ വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് സാലറി 45,000 പ്ലസ് സാലറി കിട്ടും. ഇപ്പോഴാണെങ്കിൽ 30,000 പ്ലസ് ആണ് നമുക്ക് കിട്ടുന്ന സാലറി. പക്ഷേ 8th പേ കമ്മീഷൻ വരുന്ന സമയത്ത് 45 ആയിരിക്കും നമുക്കൊരു സാലറി ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടാൻ പോകുന്നത്. അതായത് ഇവിടുത്തെ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലും ആ സാലറി എന്ത് ചെയ്യത്തില്ല, മേടിക്കത്തില്ല. അത്ര മികച്ച ശമ്പളം, എല്ലാ ആനുകൂല്യങ്ങളും, ബാക്കിയെല്ലാം ഒരു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആയിട്ട്. മാത്രമല്ല ഇപ്പോൾ ഏജ് റിലാക്സേഷൻ ഉണ്ട് കോവിഡ് കാരണം. ജനറൽ ആണെങ്കിൽ 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. SC ST ആണെങ്കിൽ 39 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. ജനറൽ ആണെങ്കിൽ 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ 2/1/1989 ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. OBC ആണെങ്കിൽ 2/1/1986 ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. SC ST ആണെങ്കിൽ 2/1/1984 ശേഷം ജനിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഏജ് റിലാക്സേഷനും ബാക്കി എല്ലാം ഉണ്ട്. എല്ലാവരും എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാം. വനിതകൾക്കും എല്ലാ പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും എല്ലാ പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. എല്ലാവരും എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാം. പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. 2025 നിങ്ങൾ സർവീസിലേക്ക് കയറുന്ന ഒരു വർഷമായിരിക്കും. അതിന് എല്ലാ സപ്പോർട്ടുമായിട്ട് നമ്മൾ സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ കൂടെയുണ്ട്. സോ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ക്ലാസ്സിൽ കാണാം.